ഇഷ്ടപ്പെട്ടു. ഒന്ന് മഞ്ഞച്ചോറ്, പിന്നെ സാധാ റൈസ്, പിന്നെ എല്ല് ബീഫ് റൈസ്. അതിന്റെ പേര് വേറെ എന്തോണ, അങ്ങനെയാണ് അത് സംഭവം. ഇത് ബീഫിന്റെ എല്ലിട്ടിട്ടുള്ള റൈസ്. ഓക്കെ, അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, നാളെ പോയിട്ട് അവരുടെ എന്താ പറയാ നമ്മളെ അവരെ ഇഫ്താർ സ്പെഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ. എന്തായാലും ഇതൊക്കെ ഇത് കാണുമ്പോൾ വിചാരിക്കും മറ്റേ കുക്കിമ മറ്റേ വർഷോപ്പിലൊക്കെ പണിയെടുത്തിട്ടാണ് വരുന്നത്. കയ്യിലെ ഗ്രീസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഈ വർഷോപ്പിൽ പണിയെടുക്കുന്നു എന്തായിക്കോട്ടെ, ഈ വേസ്റ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരും കൈ കഴുകിയിട്ട് ഫുഡിനെ റെസ്പെക്ട് ചെയ്തിട്ട് ആ കൈ കൊണ്ട് കഴിക്കാം. ഇത് കയ്യിലെ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വല്ല തീട്ടം വാരി തിന്നുന്ന മാതിരി കാണിക്കുന്നത് ഒരു ഷോപ്പിന്റെ ഇത് പ്രൊമോഷൻ വീഡിയോ ചെയ്യാതെ നല്ല രസമായിട്ടുണ്ട്. ആ ഷോപ്പുകാരോട് പറയുന്നത് നിങ്ങൾക്ക് നാണല്ലേ ചങ്ങാതി, ഈ മാതിരി ടീമിനെ തീറ്റ അപ്ലിക്കേഷൻ വിളിച്ചിട്ട് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യിക്കുന്നത്. മറ്റേ ഒരു ഫുഡിനെ റെസ്പെക്ട് ചെയ്യുന്ന ഫുഡ് എന്താണെന്ന് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഫുഡിന്റെ വില അറിയുന്ന ആൾക്കാരെ കൊണ്ട്. കയ്യിലെ ഗ്ലൗസ് ഇട്ടിട്ട് ചോറ് വാരി തിന്നുന്ന വ്യക്തികൾ ഒരു രാജ്യക്കാരും കാണിക്കില്ല. ഒരു രാജ്യക്കാരും ഈ കിക്കിമ അല്ലാതെ കിക്കിമ ഈ കുട്ടിത്തം അങ്ങനത്തെ കുറച്ച് ടീമുകളല്ലാതെ ഒരാളും ഈ കയ്യിലെ ഗ്ലൗസ് ഇട്ടിട്ട് ചോറ് വാരി ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ വക ടീമുകളെ കണ്ടുള്ളൂ. കാരണം വീക്കെൻഡ് വില അറിയില്ല. വീക്ക് എങ്ങനെ അറിയോ, 10,000 പേരും നങ്ങേരി വെക്കും, ഉണ്ണി ഉണ്ണും. ഈ വക ടീമുകളെ ഇതൊക്കെ വീക്ക് എങ്ങനെയെങ്കിലും വില ഷുഗർ ഡാറ്റികളൊക്കെ എന്തെങ്കിലും ഒപ്പിച്ചു കൊടുക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഫുഡിന് അതുപോലെ വിശപ്പിന്റെ വില അറിയുന്നവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും. അങ്ങനത്തെ എത്ര പാവങ്ങളുണ്ട്. ആ ലേബർ ക്യാമ്പിലൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ട് അവിടെ നിന്ന് വീഡിയോ ചെയ്ത് എന്നുള്ളത് അവിടുത്തെ ആരെങ്കിലും ചെയ്യിപ്പിച്ചു നോക്കാം. അതിനൊക്കെ ഒരു ബക്കറ്റ് ഉണ്ടാവും. എന്നിട്ട് ഇനി നാളെ ഇഫ്താറിന്റെ ഇത് കൂടി പറയണം, അതിനോട് കൊണ്ടുപോകും. നാളെ തുടങ്ങുന്നു അല്ലേ ഈ മാതിരി അപ്ലിക്കേഷനിൽ കൊണ്ടുപോയിട്ട് ഇത് ചന്തി കഴുകാറുന്ന വായിക്കാൻ പറ്റി ചോറല്ലേ വാരി നല്ല അപ്പിയല്ലോ. എന്നിട്ട് അത് കയ്യിലെ ഗ്ലൗസ് ഒക്കെ വാരി ഇങ്ങനെ കയ്യിൽ ഗ്ലൗസ് ഇട്ട് വാരി തിന്നാൻ എങ്ങനെ ആ പെണ്ണിന് പറ്റുന്നത് ഞാൻ ഒരു മനുഷ്യനല്ലേ. ഇത് ഇങ്ങനെ കുറെ ആൾക്കാർ ഈ ഗ്രീസിലും ഇതിലൊക്കെ പണിയെടുക്കുന്ന വർഷോപ്പിലുണ്ട്. അങ്ങനെ അവർ പോലും കയ്യൊന്ന് കഴുകിയിട്ട് കയ്യിൽ സോപ്പിട്ട് കഴുകിയിട്ട് കയ്യോടെ വാരി തിന്നാൻ. അത് ഫുഡിന്റെ അവരുടെ ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നത് അതിനല്ല. നിങ്ങൾ പോലുള്ള കുറേ കാശ് കൊണ്ടുവന്ന് ഫുഡ് കാണിച്ചു കൊടുത്ത് അത് കൊടുത്ത് അത് നിന്ന് തീറ്റും കഴിഞ്ഞ് വല്ല ഡയലോഗ് അടിച്ചിട്ട് പോകും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കരുത്. ഇതൊക്കെ കാണുന്നത് ഭയങ്കര മോശം. കാരണം ഇതൊക്കെ കാണുമ്പോൾ ഇതിങ്ങനെ ഫുഡ് കൈകൊണ്ട് വാരി തിന്നത് ഈ വേറെ ഈ ദാരിദ്ര്യമായിട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ ജനങ്ങൾ ആ രാജ്യത്തൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ കൈ കിട്ടിയ അവിടെ കുറ്റി അടിച്ച് കൊടുക്കും. ഫുഡിനെ റെസ്പെക്ട് ചെയ്യാത്തതുണ്ട്. ചിലരൊക്കെ ഒരു റൊട്ടി വെള്ളത്തിൽ മുക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അപ്പോൾ നോക്കി നോക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അങ്ങനെ ഇതൊക്കെ ഈ ഫുഡ് കൊണ്ട് കാണിക്കുന്ന നോക്കി ഗ്ലൗസ് ഇട്ടിട്ട് ഇതൊക്കെ ചന്തി കഴുകല് മറ്റാൾ പറഞ്ഞ കയ്യിൽ അപ്യാവാദിക്കാണ് എന്തോന്നൊക്കെ ഇതൊക്കെ പ്രശ്നം അതിനപ്പുറം എന്താ പറയുക. ഇങ്ങനെ കുറേ ടീമുകളുണ്ട് നന്നായി തുടങ്ങി ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ പറയുന്നത് ഒരു പൊടിക്ക് നന്നായിട്ട് റമദാൻ മാസം. ഈ റമദാൻ എന്ന് പറഞ്ഞതേ എന്താണ് വിശപ്പെന്നും എന്താണ് അതിന്റെ വേദന എന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഭക്ഷണം ഇങ്ങനെ വേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾക്ക് നക്കാൻ കൊടുക്കാനല്ല. അത് അതൊക്കെ ഒന്ന് പഠിക്കും. നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ആ കണക്ക് ബക്കത്തൊന്നും വേണ്ടേ, അതെന്തെങ്കിലും നടക്കുള്ളൂ. പറഞ്ഞുകൊണ്ട് കാര്യമില്ലാത്ത ഒരു സംഭവം നടക്കില്ലല്ലോ. അഹങ്കാരത്തിന് കൈമാറി മോശം ടീമുകളൊക്കെ ഒരു പൊടിക്ക് നന്നായി എന്തിനെങ്ങനെ വേദനിപ്പിക്കുന്ന മറ്റുള്ളത് ഭയങ്കര മോശം.